ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഏഞ്ചലാണ്. അതെ, ഇന്ന് ഇമ്മാനുവലിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ വീട്ടിലോട്ട് പോകാം, നിങ്ങൾ അവധിക്കൊന്നും വീട്ടിലോട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്കുള്ള യാത്ര എപ്പോഴും ഞങ്ങൾക്ക് കൗതുകമുള്ള കേട്ടോ. കാരണം ഞങ്ങൾ വർഷത്തിൽ 2-3 തവണ മാത്രമേ പോകാറുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ അപ്പച്ച അമ്മച്ചി ആരുമില്ല, വീടൊക്കെ പൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഞങ്ങൾ വർഷത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ അവധികളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സമയങ്ങളും പോകുന്നത്. പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി നോക്കിയിട്ട് വണ്ടി കിട്ടിയില്ല. അപ്പം ഞങ്ങളൊരു ഓട്ടോയുടെ സഹായം തേടി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ അമ്മയുടെ വീടിൻ്റെ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയിട്ട് ചെറിയൊരു ഇടവഴികൾ നടന്നു പോകണം. പിന്നെ അമ്മയുടെ വീട്ടിൽ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കസിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ആയിരുന്നു നിന്ന് ചോറൂണൊക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയൊക്കെ കണ്ടു. ഇത് അമ്മയുടെ വീടിൻ്റെ പരിസരം കേട്ടോ. ഇവിടെ ഒരു ഓറഞ്ച് മരമുണ്ട്, കുറേ വർഷമായതാണ് കേട്ടോ. ഒരു 20-25 വയസ്സുണ്ട് ഇവന്. ഇത് നിറച്ചാണെങ്കിൽ ഓറഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊക്കെ വരുമ്പോഴേ പണ്ട് അപ്പച്ച ഇത് പിഴിഞ്ഞ് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കലക്കി തരുമായിരുന്നു. അതൊക്കെ ഓർക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു അച്ചാച്ചൻ്റെ വീടാണ്. ഞങ്ങൾ എന്നെ വിളിക്കുന്നത് ചിന്നപ്പൊടി എന്നാണ്. അപ്പോൾ ഞാനും തിരിച്ച് ചിന്നപ്പൊടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചിന്നപ്പൊടിയുടെ വീട്ടിലൊക്കെ പോയി. അത് കഴിഞ്ഞ് അമ്മയുടെ അനിയത്തിയെ കണ്ടു കേട്ടോ. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ബജ്ജിയൊക്കെ വാങ്ങിച്ചു വന്നു. ക്ഷീണിച്ച് വന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായയും ബജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു നമുക്കെന്നാൽ ബിരിയാണി കഴിച്ചിട്ട് പോകാം, ഇന്ന് ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഈ മാസം തന്നെയാണ് ജിസാമോടെ ബർത്ത്ഡേ. അപ്പോൾ കൊച്ചു ബേബിയുടെ ഇമ്മാനുവലിൻ്റെ ബർത്ത്ഡേ ഒരുമിച്ചായതുകൊണ്ട് കേക്ക് കെട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി. കസിൻസും ചേച്ചിയും കുട്ടുമോനും അച്ചാച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോപ്പറൊക്കെ വാങ്ങിച്ചായിരുന്നേ. പക്ഷേങ്കിൽ അത് ആ ടൈമിൽ പൊട്ടിയില്ല കേട്ടോ. പിന്നെ അത് പൊട്ടിച്ച് പിന്നെ അത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തെ അത് പൊട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോപ്പറൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജിസാ പറഞ്ഞു ഞാനും കേക്ക് കട്ട് ചെയ്തില്ലല്ലോ, അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കണം. അങ്ങനെ ജിസായും വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കേക്കിനകത്തുള്ള ഓരോ പീസുകൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിന്നെ തിരക്കിലായിരുന്നു. പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകണം, ഇത്തിരി വൈകിയല്ലോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയ കേട്ടോ. രാവിലെ ഒരു 11-11:45 ആയപ്പോൾ ഇറങ്ങിയായിരുന്നേ. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ താമസിച്ചു. പിന്നെ അതൊക്കെ അമ്മ തൂത്തുവാരി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പാഴ്സൽ അപ്പയ്ക്കും കൊണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.